ഇത് ഇവന്മാരെവിടെ പോയി കിടക്കുന്നു? നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. വരുമായിരിക്കും അമ്മ, ഞാൻ ആദ്യം വിളിച്ചിട്ട് എടുത്തില്ല. ഫോൺ എടുത്തിട്ട് കാര്യം പറഞ്ഞുകൂടെ ഇവർക്ക്? നാത്തൂനെ ഒന്ന് വിളിക്ക് നാത്തൂനെ. എടുക്കണില്ലാന്നേ, അവരെന്തെങ്കിലും തിരക്കിലായിരിക്കും, വരും. എന്നാലും എത്ര സമയം ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെ, അമ്മാവനുണ്ട്. അവരെ കണ്ടോ? അവരെ കണ്ടോ? അവിടെ ഓരോ കാര്യങ്ങൾ എന്താ ഞാൻ ഈ കാണുന്നത്? അണിഞ്ഞൊരുങ്ങി സുന്ദരിമാരായിട്ടുണ്ടല്ലോ എല്ലാരും. അവരുടെ മുമ്പിൽ പിടിച്ചേക്കണ്ടേ? എത്ര നേരം ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി നിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞു പോയ ആളുകളാ. മണിക്കൂർ 1 ആയി. അല്ല, അതിന് കുഴപ്പമില്ല. ഒരു ഓട്ടോറിക്ഷ ഞാൻ അങ്ങോട്ട് ആക്കി തന്നാ മതിയല്ലോ. അമ്മാവനെ ആക്കുകയൊന്നും വേണ്ട, വേണ്ട. ഏട്ടൻ വന്ന് എന്നെ കൊണ്ടുപോയാ മതി. എടി, അവര് ഇതിന്റെ ഭാരവാഹികളല്ലേ, 100 തിരക്കുണ്ടാവും. ഓരോ കാര്യത്തിന് ഓടിപ്പോയി നമ്മൾ സഹകരിക്കണ്ടേ? തിരക്കാണെങ്കിൽ വിളിച്ചു പറയാലോ. ഞാൻ അപ്പോഴേ നാത്തൂനോട് പറഞ്ഞില്ലേ ഇത് മനഃപൂർവ്വമാണ്, വെറുതെ നമ്മളെ ഒരുക്കി കെട്ടി നിർത്തിയതാ. എടി, അങ്ങനെ ചെയ്യൂല അവര്. എടാ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഇപ്പൊ ഞാൻ വിളിച്ചോളൂ, എപ്പോഴും വിളിക്കണ്ട. വല്ല തിരക്കിൽ നിൽക്കുവാണെങ്കിൽ ദേഷ്യാവും. എന്ത് തിരക്കായാലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർക്കണ്ടേ? പിന്നെ എന്ത് ഭാരവാഹികളാ? ഞാൻ വിളിച്ചോക്കട്ടെ. ചിലപ്പോ എന്നോട് അങ്ങോട്ട് ആക്കി തരാൻ പറഞ്ഞാൽ ആക്കി തരണ്ടേ ഞാൻ? എന്നാ അവര് വരുമ്പോ എന്നെ വിളിച്ചാ മതി അമ്മ. ഈ നേരം വഴിക്കാൻ നേരത്തെ ഈ പെണ്ണുങ്ങൾ ഇത് എന്താ ചെയ്യണേ? ഒരു 10 മിനിറ്റ് കാത്തുന്നൂടെ? തിരക്കുണ്ടാവില്ലേ? എന്താ പറയുന്നത്? റിങ് ചെയ്യണ്ട്, എടുക്കണില്ലെന്നേ. ഫോൺ എവിടെയും വെച്ചായിരിക്കും. ഇനിയിപ്പോ അവര് വരട്ടെ. വെറുതെ അണിഞ്ഞൊരുങ്ങി നിന്നത് എന്നെ മെച്ചം. ഒരു കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ ആദരിക്കാഞ്ഞിട്ടാ. നീ എപ്പോഴും അവരെങ്ങനെ വരുന്നു നോക്കിക്ക. ഏടി, അവര് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പഴയ കൂട്ടുകാരുടെ കൂടെ 4 എണ്ണം അടിച്ച് വാളും വെച്ച് അവിടെ എവിടെയെങ്കിലും കിടക്കണ്ടാവും. ഇത് ജവന്തി പറഞ്ഞു തന്നെയാ, മനഃപൂർവ്വം ഒഴിവാക്കിയതാ ഞങ്ങളെ. ഞങ്ങൾ കൂടെ പോയി അവിടെ പെണ്ണുങ്ങളുടെ കിടന്ന് തിരിയാൻ പറ്റൂല രണ്ടിനും. എന്നേ കേക്കണം, പതിവില്ലാതെ പഴയ പെട്ടിയൊക്കെ തപ്പി ഏതാണ്ടിരുന്ന് അരച്ച ജീൻസ് എടുത്തിട്ടോണ്ട് പോയിട്ടുണ്ട്. എന്തൊരു ഉത്സാഹമായിരുന്നു പോയ പോക്കിന്. 4:45 കഴിഞ്ഞ് നേരമായിട്ട് വന്നിട്ടുണ്ടോ നോക്കി. അല്ല, അവന് പിന്നെ എപ്പോ കയറി വന്നാലും ഒരേ കാരണം ഉണ്ടാവല്ലോ. അവൻ ക്ലീറ്റസ് അല്ലേ ആള്. വന്ന് എന്തെങ്കിലും കാരണം പറയും, അപ്പൊ നീ അത് അങ്ങോട്ട് വിശ്വസിക്കും. ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കാം. കാണിച്ചു കൊടുക്കണ്ട് ഞാൻ. വനുണ്ട് അമ്മവാ, വനുണ്ട്. രണ്ടും കൂടി വരണ വരവേണ്ട. അപ്പൊ വന്നു കഴിഞ്ഞ് എടുത്ത പന്തത്തെ എന്തെങ്കിലും നുണ പറയട്ടാ. എന്തായാലും ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യമാണ്. എന്ത് മക്കളെ എത്ര താമസിച്ചത്? അവിടെ ആകെ പ്രശ്നമായി പോയമ്മ. നമ്മുടെ കൂടെ പഠിച്ച രാജീവ് എന്ന് പറയുന്ന പയ്യനെ ഇങ്ങോട്ട് വരണ വഴിക്ക് ആക്സിഡന്റ് ആയി, KSRTC ബസ്സുമായിട്ട്. പിന്നെ എല്ലാവരും കൂടെ അവിടെ പരിപാടി തുടങ്ങി അതിനെല്ലാം തയ്യാറായി നിന്ന് പോകണം. പിന്നെ എല്ലാവരും കൂടെ ആശുപത്രിയിലിട്ട് പോയി. ഇത്ര സമയം ആശുപത്രിയിലായിരുന്നു. നമ്മളവിടെ ആയിപ്പോ അതാണ് വരാനും പറ്റില്ല, വിളിക്കാനും പറ്റിയില്ല, പറയാനും പറ്റില്ല. അല്ല, ഇപ്പൊ പേടിക്കാന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. അപകടം തരണം ചെയ്ത്. നമ്മൾ അവിടെയാണെങ്കിൽ പരിപാടിയൊക്കെ തുടങ്ങി വന്നതായിരുന്നു, അപ്പോഴാണ് ഈ പ്രശ്നമായത്. ഒരുപാട് മുറിവെല്ലാം ഉണ്ട് അവരൊക്കെ. ഒരു കാല് പൊട്ടലുണ്ട്, നടുവിന് ചെറിയ പ്രശ്നം. അതൊക്കെ തലയ്ക്കൊന്നും ഒന്നും പറ്റിയില്ല. കരഞ്ഞോ? രണ്ടുപേരും ഭയങ്കരമായിട്ട് കരഞ്ഞൊരു മുഖത്തിൽ. നമ്മുടെ ഒരു സുഹൃത്തല്ലേ, ഞങ്ങൾക്ക് പിന്നെ വിഷമം ഉണ്ടാവുമായിരുന്നു. രാവിലെ പോലെ ഓട്ടം തുടങ്ങിയാണ്. പിന്നെ ഒരുപാട് ഫുഡൊക്കെ അറേഞ്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ വേസ്റ്റ് ആയി പോകുമല്ലോ. എല്ലാവരും 4 മണിക്ക് പോയി. ഇപ്പൊ വേറൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഇപ്പൊ അടുത്തടുത്ത വീടുകളിൽ കുറെ ഫുഡ് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് ബിരിയാണി കൊണ്ടുവരും. നന്നായി. ഇവിടെ പിന്നെ ഭക്ഷണം കാണാതെ കിടക്കണല്ലോ. ഞങ്ങളെ ഒഴിവാക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരുക്കി കെട്ടി നിർത്തിയത്? നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്ന? എന്നിട്ട് ഇപ്പൊ പുതിയ നുണയും കണ്ടുപിടിച്ചോണ്ട് വന്നേക്കണോ ആക്സിഡന്റ്. നിങ്ങളുടെ തലയിൽ ഇരിഞ്ഞ ബുദ്ധിയായിരിക്കും. ഇതിന് ഞാൻ പിന്നെ കണക്കിലെടുത്തിട്ടില്ല. നീ കളത്രത്തിന് കൂട്ടി നിൽക്കുന്നു വിചാരിച്ചില്ല. എന്താ നാടി നീ പറയുന്നത്? ആക്സിഡന്റ് ആണെന്ന് ആരെങ്കിലും വെറുതെ പറയോ? മക്കളെ,
എല്ലാരും ആശുപത്രിയിലായി. ആ കൊച്ചിനെ ഒന്നും കുഴപ്പമില്ലല്ലോ. ഇല്ല ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല, നമ്മളെല്ലാരും അവിടെ ഉണ്ടായിരുന്നമ്മ. അല്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ 4 മണിക്ക് പോയി. അപ്പൊ അവന് കുഴപ്പമില്ല, അവന് വിട്ടുന്ന കാളെല്ലാം അപ്പൊ വന്നു. ഇനി പോയാലും മതിയാ? എന്തിന് പരിപാടിക്കാ? അതെല്ലാം അപ്പൊ തന്നെ കഴിഞ്ഞമ്മ. എല്ലാരും 4 മണിക്ക് പോയല്ലോ. ഞാനാണെങ്കിൽ അങ്ങോട്ട് വരാൻ ഉടുത്തൊരുങ്ങി അങ്ങനെ അതേപടി ഇരിക്കുക, തുണി പോലും മാറിയില്ല. അത് നമ്മ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം പരിപാടി ഉണ്ട്, അപ്പോഴത്തേക്ക് നമുക്ക് കൂടാം. അതൊന്നല്ലത്. വിട്ടുംകുറ്റി പോലത്തെ പാൻറ് ഇട്ട് പോയപ്പോഴേ ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. ആ പഴയ കൂട്ടുകാരത്തികളൊക്കെ കണ്ടപ്പോ വീട്ടുകാരെ മറന്നു. അതന്നെ എന്താ പറ, പെൺപിള്ളേരെ എരിയായിട്ടാഞ്ഞിട്ട് അവൻ ഓരോന്നോരോന്ന് പറയുവാ. ആ ഉള്ളത് പറഞ്ഞ അങ്ങനെ തന്നെ. അറിയാ നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് ഡ്രസ്സ് മാറിയിട്ടോ നമുക്ക് വൈകിട്ടൊന്നര പോകാനുള്ളതാണ്. അപ്പൊ അതാരത്? ഉദയ വാ വാ വാ. ഇതേ കാര്യങ്ങളൊക്കെ. ആര് മക്കളെ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ദിലീപ്. ഇത് ദിലീപ്. ദിലീപാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡന്റ്. ഉദയനാണ് നമ്മുടെ ട്രഷറർ. അല്ല, ഇത് അമ്മ, ഇതെന്റെ ഭാര്യ ജമന്തി, അതെന്റെ പെങ്ങൾ തങ്കം, അതായത് എന്റെ ഭാര്യ. ഇതെന്റെ അമ്മാവൻ. അല്ല മക്കളെ, ആശുപത്രി കിടക്കുന്ന ആ കൊച്ചിന് എങ്ങനെയുണ്ട്? ഇല്ല അമ്മ, കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. പരിപാടിയൊക്കെ ആകെ അത് സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അടിച്ച് വിളിക്കാല്ലേ. വിധിയല്ലേ, നമുക്ക് ചെയ്യാം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മള് മാത്രമല്ല, നീ ഒരുപാട് രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് ഇവരെ ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ രഹസ്യമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷനില്ല. ആ, പക്ഷേ അത് ഇവിടെ വെച്ച് തരാൻ തീരുമാനിച്ചു. ഫംഗ്ഷൻ നടന്നില്ലോ. അതിന്റെ കാര്യമൊന്നുമില്ലടാ. അതൊന്നും സാരമില്ല, നമ്മളെ അങ്ങനെയല്ല, നിങ്ങളുടെ എഫേർട്ടിനൊരു ഇല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. അതായത് ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട്ടിലെ ഒരു കാര്യം നോക്കാതെ നടക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഒരു വഴക്ക് പോലും പറയാതെ, മുഖമൊന്ന് വീർപ്പിക്കാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭാര്യമാര്. അങ്ങനെ നിങ്ങൾക്ക് സമ്മാനം കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ സമ്മാനം കൊടുക്കേണ്ടത് ഇവർക്ക് രണ്ടാണ്. തീർച്ചയായിട്ടും. ബിരിയാണി അങ്ങോട്ട് മാറ്റി കളി. ജമന്തിക്ക് അപ്പൊ ശരിയല്ലേ, ബാക്കി എല്ലായിടത്തും ഓടിയെത്തണ്ടേ? നീ പോണതിന് മുമ്പ് ഒരു സമയം കൂടണം. കൂടാ അമ്മേ. പിന്നെ നമുക്കൊരു ദിവസം ശരി ഹോസ്പിറ്റലിൽ പോയി വിളിക്കണേ. ശരി കറി. എന്നെ ആദരിക്കുന്നു പറഞ്ഞാ നീ കൊണ്ടുപോയിരുന്നിട്ട് അവർക്ക് രണ്ടുപേർക്ക് സമ്മാനം ഞാൻ എന്തോ ചെയ്യണം? അമ്മ ആദരിച്ചില്ലേ? ഞാൻ തരാ ആദരിച്ചു. അമ്മ ആദരിക്കാൻ വേണം. എല്ലാവരും ഒന്ന് കഴിക്കണം. എല്ലായിടത്തും കഴിച്ചാ കഴിക്കില്ല. അമ്മ ആദരിക്കാൻ വേണം. അമ്മ കണ്ണടയ്ക്കോ? Alien versus Alien.